ഒരു രാജ്യത്തെ രാജകുമാരന് ശത്രുക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലെ സ്വന്തം പേര് പോലും മറന്ന് ഒരു ബോധവുമില്ലാണ്ട് സാധാരണ ജനങ്ങൾക്കിടയിൽ എത്തുകയും പിന്നീട് അവരിൽ ഒരാളായി താമസിക്കേണ്ടി വരികയും ചെയ്ത എന്തായിരിക്കും അവസ്ഥ? അതായത് ഇപ്രാവശ്യം ഞാൻ എത്തിയിരിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡ്രാമാസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, അതായത് കൊറിയയിലെ രാജഭരണ കാലഘട്ടത്തിലെ ഒരു അടിപൊളി സ്റ്റോറി ആയിട്ടാണ് 100 ഡേയ്സ് മൈ പ്രിൻസ് എന്ന സീരീസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അധികം വലിച്ചു നീട്ടാതെ എപ്പിസോഡ് 1ന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ നായകനെ കാണിച്ചിട്ടാണ്. നായകന്റെ പേര് ലീ യൂൾ എന്നാണ്. ആള് മഴയൊക്കെ ആസ്വദിക്കുന്നതും അതിനുശേഷം കുതിരയിൽ കയറിയിട്ട് യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. ആ ടൈമില് എതിരെ വരുന്ന ലീയൂളിന്റെ തന്നെ സൈന്യത്തിലെ ലീഡർ പറയുന്നുണ്ട്, അങ്ങേക്ക് യുദ്ധത്തിന് പോകാൻ കഴിയില്ല എന്ന്. അപ്പൊ ലീയൂൾ ആണെങ്കിൽ ഞാൻ എന്തായാലും പോകുമെന്ന് പറയുമ്പോൾ, ഈ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ താങ്കൾക്ക് മരണം തീർച്ചയാണെന്ന് ആ ലീഡർ അവിടെ പറയുന്നതും ഇത് കേൾക്കുന്ന ലീയൂൾ ആണെങ്കിൽ എനിക്കതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ തന്നെ ആ യുദ്ധത്തിലേക്ക് പോകുന്നതാണ് അവിടെ കാണിക്കുന്നത്. അതിനുശേഷം 16 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു കുട്ടിക്കാലാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഇന്നത്തെ രാജകുമാരനായ ലീയൂളിന്റെ ആ കുട്ടിക്കാലം. ആളപ്പോ കുറെ കുട്ടികളായിട്ട് താൻ രാജാവാണ്, യുദ്ധത്തിന് പുറപ്പെടുകയാണെന്ന് പറഞ്ഞ് അവിടെ ഒരു ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. ആ സമയത്ത് ലീയൂളിന്റെ ഫ്രണ്ടായ ആളാണ് ഇപ്പോ ലീയൂളിന്റെ സൈന്യത്തിലെ ലീഡറായിട്ട് കാണിച്ച ആള് കേട്ടോ. ആളുടെ പേര് ദോങ്ചോ എന്നാണ്. അങ്ങനെ ഇവർ കളിക്കുന്ന ടൈമില് ലീയൂളാണെങ്കിൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുടെ കുട്ടീനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ടൈമില് അങ്ങോട്ട് വരുന്ന നമ്മുടെ നായികയാണെങ്കിൽ ഇവനെ അങ്ങ് എതിർക്കുകയാണ്. ഇവളെ കാണുമ്പോൾ ഇവൻ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട്, കാരണം നമ്മുടെ നായിക നല്ലൊരു സുന്ദരി കുട്ടിയായിരിക്കും. നീ എന്താ ഇവനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ലീയൂളാണെങ്കിൽ ഞാൻ ഈ കൊറിയയിലെ രാജാവാണ്, ഞങ്ങൾ രാജാവും അതുപോലെ വില്ലന്മാരായിട്ടൊക്കെ കളിക്കുകയാണ്, ഞാനൊരു നല്ല യോദ്ധാവാണ് എന്നൊക്കെ പറയുന്ന ടൈമിൽ നമ്മുടെ നായികയാണെങ്കിൽ നീ യോദ്ധാവൊന്നും അല്ല, നീ ശരിക്കും ഒരു മന്ദബുദ്ധിയാണ്, ഇങ്ങനെ ആളുകളെ ആവശ്യമില്ലാതെ അടിക്കുന്ന ആളുകളെ ഒരിക്കലും യോദ്ധാവെന്നൊന്നും പറയാൻ കഴിയില്ല എന്ന് പറയുന്നതും ഇവളുടെ ഈ വർത്താനം കേട്ടിട്ട് ലീയൂളിന്റെ ബോധം അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ലീയൂളാണെങ്കിൽ കയ്യിലുള്ള സ്റ്റിക്ക് കൊണ്ട് ഇവളെ തടയാൻ നോക്കുമ്പോൾ അതിലും വേഗതയോടെയാണ് ആ സ്റ്റിക്കിനെ ഇവൾ എതിർക്കുന്നത്. ഇത് കാണുമ്പോൾ ഇവന് ശരിക്കും അത്ഭുതം വരുന്നുണ്ട്. നീ ആരോടെ എതിർത്ത് സംസാരിക്കുന്നതെന്ന് നിനക്കറിയോ, ഞാൻ ആരാണെന്ന് അറിയോ എന്നൊക്കെ നമ്മുടെ ലീയൂൾ ചോദിക്കുന്ന ടൈമില് നീ ഏതോ പണക്കാരനായ ഒരു നോബിൾ കുടുംബത്തില്, അതായത് ഉയർന്ന കുടുംബത്തിൽ ജനിച്ച ആളാണെന്ന് മനസ്സിലായി, അതുകൊണ്ടല്ലേ നീ ഈ വിഡ്ഢിത്തരൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിച്ച് ആ കുട്ടിയെ അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ദോങ്ചു ആണെങ്കിൽ ഇവള് കൊള്ളാലോ, കണ്ടിട്ട് ഏതോ വലിയ കുടുംബത്തിലെ പെൺകുട്ടിയാന്ന് തോന്നുന്നുണ്ട്, എന്നിട്ടും ആ ചെറുക്കന്റെ കൈ പിടിച്ച് പോകുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലീയൂളാണെങ്കിൽ ഇവനോട് അതേ ദോങ്ചോ, നമുക്ക് അടുത്ത പ്രാവശ്യം കള്ളനും പോലീസും കളിക്കാമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനില് ലീയൂളിന്റെ അച്ഛന്, അതായത് രാജാവിന്റെ അനിയനായിരിക്കും കേട്ടോ ലീയൂളിന്റെ അച്ഛന്, കൊട്ടാരത്തിലെ മിനിസ്റ്റർ ഒരു പ്രത്യേക തരം കല്ല് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അതിലൊരു ഡ്രാഗന്റെ ചിത്രം ഉണ്ടായിരിക്കും. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് പുതിയ രാജാവിനെയാണെന്ന് പറഞ്ഞ് തന്റെ അനിയനെ കൊന്നതിന് ശേഷം ഈ രാജാവിന്റെ കിരീടം ഏറ്റെടുക്കണം എന്നാണ് ഇയാള് നമ്മുടെ ലീയൂളിന്റെ അച്ഛന് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ഇയാളുടെ ഭാര്യ ഇയാളുടെ കൂടെയുള്ളത് ഇയാൾക്ക് നല്ലതൊന്നും അല്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റാൻ വരെ ഇയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇയാളുടെ പേര് കിം എന്നാണ് കേട്ടോ. സ്വന്തം അനിയനെ കൊല്ലണം, ഭാര്യയെ മാറ്റി നിർത്തണം എന്നൊക്കെ കേൾക്കുമ്പോൾ ലീയൂളിന്റെ അച്ഛൻ ആദ്യമൊന്ന് ചൂടാകുന്നുണ്ടെങ്കിലും കിം ആണെങ്കിൽ വളരെ സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു രാജാവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല, അതിന് കുറച്ച് കളിയൊക്കെ കളിക്കണമെന്ന്. ഇതേ ടൈമിൽ നമ്മുടെ ലീയൂളാണെങ്കിൽ പഠിക്കൊന്നും ചെയ്യാതെ ഫുൾ ടൈം കളിയായിരിക്കുമല്ലോ. ഇത് കാണുമ്പോൾ അമ്മ ശരിക്കും ചീത്ത പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒന്ന് വായിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി ലീയൂളാണെങ്കിൽ അമ്മ കണ്ടില്ലേ, എനിക്കിപ്പോൾ സ്ഥിര സമയമില്ല, എനിക്ക് രാജ്യത്തെ രക്ഷിക്കാനുള്ളതാ എന്നൊക്കെ പറയുന്നത് കേട്ട് അമ്മയ്ക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. ലീയൂളാണെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ പഠിക്കൊന്നും വേണ്ട, ഫുൾ ടൈം കളിച്ചോളാൻ, പിന്നെ അമ്മയ്ക്ക് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നതും, പക്ഷേ ബേസിക് ആയിട്ടുള്ള അക്ഷരങ്ങളും പദ്യങ്ങളും അതൊക്കെ പഠിക്കേണ്ടേ മോനെ എന്ന് അമ്മ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇവനാണെങ്കിൽ നല്ല ഉഷാറായിട്ട് അവിടെ നിന്നും പോകുന്ന ടൈമിൽ ഈ കിമ്മായിട്ട് കൂട്ടിമുട്ടുന്നതും കിമ്മിനോട് സോറി പറയുന്ന ടൈമിൽ കിം പറയുന്നുണ്ട്, ശ്രദ്ധിച്ചു വേണ്ടേ മോനെ പോകാൻ, ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഉണ്ടാവുക എന്ന്. ഇതും പറഞ്ഞ് ലീയൂളിന്റെ അമ്മയെ നോക്കിയിട്ടാണ് കിം അവിടെ നിന്നും പോകുന്നത്. എന്തായാലും ലീയൂളിന്റെ അമ്മയ്ക്ക് ഇയാൾ അവിടെ വന്നത് അത്രയും അങ്ങ് ഇഷ്ടമായിട്ടില്ല. നെക്സ്റ്റ് സീനില് നമ്മുടെ ദോങ്ചു ആണെങ്കിൽ നായകന് നായികയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് യുനിസ എന്നാണ്. കൊട്ടാരത്തിൽ ഒരുപാട് ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിൽ ഏറ്റവും വലിയ ലീഡർ ആയിട്ടുള്ള ഗാർഡ്സിന്റെ മകളാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലീയൂളാണെങ്കിൽ ചുമ്മാതല്ല അവൾ ആ സ്റ്റിക്ക് കൊണ്ട് എന്നെ അങ്ങനെ എതിർത്തത്, അവൾ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആളാണെന്ന് അവിടെ പറയുന്നതും ഇത് കേൾക്കുന്ന ദോങ്ചു ആണെങ്കിൽ എന്താ നിനക്ക് ഇഷ്ടമായോ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ശരിക്കും ഈ സീനൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ലീയൂളാണെങ്കിലോ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എന്നെ എതിർത്തത്, ഇതിന് ശിക്ഷ അവൾക്ക് എന്തായാലും കൊടുക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പിന്നീട് യൂനിസയെ കാണുന്നതും വേറെ കുറെ നോബിൾ ഫാമിലിയിലുള്ള പിള്ളേര് ഇതുപോലെ പാവപ്പെട്ട കുട്ടികളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ഇവളേനെ ഒരു കശാപ്പ് ശാലയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പാവം യൂനിസ ഇത് വിശ്വസിച്ച് ഇവരുടെ കൂടെ പോകുന്നതും അവിടെ എത്തുന്ന ടൈമിൽ അവിടെ മൊത്തം സൈലന്റ് ആയിരിക്കും.
ആയിരിക്കും. അതായത് ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമൊക്കെ ആയിരിക്കും. അവിടെ എന്തൊക്കെയോ മീറ്റൊക്കെ കിടക്കുന്നത് കണ്ട് ശരിക്കും പറഞ്ഞാൽ ലിയോളും പേടിക്കുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ടൊരു കത്തിയായിട്ട് അവിടുത്തെ ആൾ വരുന്നത് കാണുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടുന്നതും യൂനിസി ആണെങ്കിൽ പേടിച്ചവിടെ വീണ് കരയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ലിയോള് കാര്യമായിട്ടൊക്കെ പഠിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ മൊത്തം യൂനിസി ആയിരിക്കും. അതായത് അവളെ അവിടെ ഉപേക്ഷിച്ചു വന്നല്ലോ, അങ്ങനെ ഭയങ്കര കുറ്റബോധം തോന്നുമ്പോൾ രാത്രി മഴയൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും അതൊന്നും വക വയ്ക്കാതെ ലിയോള് വീട് വിട്ടിറങ്ങുന്നുണ്ട് ഇവളെ അന്വേഷിച്ച്. മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര വഴുക്കലുള്ളത് കൊണ്ട് ഇവൻ ഈ പോകുന്ന ടൈമിൽ വീഴി നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും വക വയ്ക്കാതെ ഇവൻ ആ വീട്ടിലെത്തുന്നതും പെട്ടെന്ന് അവിടെ കാണുന്നത് എന്താ, യൂനിസി ആണെങ്കിൽ ആ ഫാമിലെ ആ അപരിചിതനുമായിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. ലിയോളാണെങ്കിൽ ഇയാളെ കാണുമ്പോൾ ഒന്ന് പേടിക്കുന്നുണ്ട്. ഇവനെ കാണുന്ന യൂനിസി ആണെങ്കിലോ നിനക്ക് ശരിക്കും തൊണ്ടഭാഗ്യമുണ്ട്, ചിക്കൻ വേണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നീട് ഇവള് ഇയാളോട് യാത്രയൊക്കെ പറയുന്ന ടൈമിൽ ചിരിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് കുട്ടികളൊക്കെ ഇയാളെ പേടിക്കുന്നത് ഇയാൾ ഭയങ്കര മൊരടനായിട്ട് നിൽക്കുന്നത് കൊണ്ടല്ലേ, അതുകൊണ്ട് ഇയാൾ ചിരിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇതൊക്കെ കാണുന്ന ലിയൂളിനാണെങ്കിൽ ഇവളോട് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അങ്ങനെ ഇവർ തിരിച്ചു പോകുന്ന ടൈമിൽ ലിയൂൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളല്ലേ, ഇതൊക്കെ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായികയാണെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഒരു ഫിലോസഫിക്ക് അടിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ കുട്ടി ലിയൂളിന് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇത് മനസ്സിലാക്കുന്ന നമ്മുടെ യൂനിസി ആണെങ്കിൽ നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ, കാരണം നീ ശരിക്കും ഒരു മന്ദബുദ്ധിയ എന്ന് പറയുന്നതും യൂനിസി ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വീഴാൻ പോകുന്നുണ്ട്. ആ ടൈമിൽ കറക്റ്റ് ലിയൂൾ അങ്ങ് പിടിക്കുന്നുണ്ട്. ഞാനാ മന്ദബുദ്ധി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീയെ ശരിക്കും മന്ദബുദ്ധി, മഴയൊക്കെ പെയ്ത് നല്ല വഴുക്കലുണ്ട്, ശ്രദ്ധിച്ച് നടക്കേണ്ടേ എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് യൂനിസ നേരത്തെ ഇവൻ വീണിരുന്നല്ലോ, സോ അവിടെ മുറിവ് പറ്റിയത് കാണുന്നത്. ഇതെങ്ങനെയാ പറ്റിയ, വേദനിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വേദന, ഇതൊക്കെ നിസാരല്ലേ എന്ന് നമ്മുടെ ലിയോള് പറയുമ്പോൾ ഇവളാണെങ്കിൽ ആ മുറിവിൽ നല്ലൊരു അമർത്തിൽ അങ്ങ് അമർത്തുന്നുണ്ട്. അയ്യോ എനിക്ക് വേദനിക്കുന്നുണ്ട്, നീ എന്തു ഈ കാണിക്കുന്നതെന്ന് അപ്പോൾ ഇവൻ ചൂടായി ചോദിക്കുന്നതും പിന്നീട് ഇവളുടെ റിബണൊക്കെ അഴിച്ച് അത് നന്നായി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിലും നമ്മുടെ ലിയൂളിന് ഇവളോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. യൂനിസി ആണെങ്കിലോ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച അറിവിൽ എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ ഇതൊന്നും ഇവൻ കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. കാരണം പുസ്തകം വായിക്കുന്ന സ്വഭാവം നമ്മുടെ ലിയൂളിനില്ലല്ലോ. ഇവനാണെങ്കിൽ ഇതൊക്കെ കേട്ട് അന്തം വിട്ടിരിക്കുമ്പോൾ നീ പുസ്തകങ്ങളൊന്നും വായിക്കാറില്ലേ, അയ്യേ വളരെ മോശം എന്ന് പറഞ്ഞ് ഇവൾ കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പോകുന്ന ടൈമിൽ ഈ ചെറി ബ്ലൗസ് ഒക്കെ നന്നായി പൂത്ത് നിൽക്കുന്നത് കാണുകയാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര മനോഹരമായിരിക്കും. ഇവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ അതൊക്കെ എടുത്തിട്ട് ചെവിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് കാണാൻ എന്ത് രസാലേ, നിനക്ക് ഈ മഞ്ഞ് വീഴുന്നത് കാണാനാണോ ഇഷ്ടം, അതോ ഈ ചെറിപ്പൂക്കൾ ഇങ്ങനെ വീഴുന്നത് കാണാനാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നായകനാണെങ്കിൽ ഇവളെ ആ സമയത്ത് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുകയാണ്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം, വളരെ ഇഷ്ടമായി, ഞാൻ നിന്നെ എന്തായാലും കല്യാണം കഴിക്കൂ എന്ന് പറയുമ്പോൾ ഇവളൊന്ന് ഞെട്ടുന്നുണ്ട്. ലിയൂളിനാണെങ്കിലും പിന്നീട് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാരണം അപ്പോഴേക്കും യൂനിസയുടെ അച്ഛനും അതുപോലെ കുറച്ച് പരിചാരകരൊക്കെ ഇവൾ അന്വേഷിച്ചു വരുന്നതാണ് ഇവൾ കാണുന്നത്. ഞാൻ എന്തായാലും പോട്ടെ, അച്ഛൻ ഇപ്പോൾ നിന്നെ കണ്ട ഭയങ്കര പ്രശ്നമാകുമെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ലിയൂളാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട്, ഈ മരം ചാടി പെണ്ണിനെ ആരാ കല്യാണം കഴിക്കുക, ഭയങ്കര ബോൾഡായിട്ടുള്ള പെൺകുട്ടി ഇവളെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അമ്മയാണെങ്കിൽ നീ രാവിലെ മുതൽ ഈ പെൺകുട്ടിയെ പറ്റിയാണല്ലോ പറയുന്നത്, സംഭവം ആ പെൺകുട്ടി ഇത്തിരി പോക്കിരിയൊക്കെ ആണെങ്കിലും അവൾ കാരണമല്ലേ ഇതുവരെ ബുക്ക് തുറക്കാത്ത നീ ഇപ്പോൾ ബുക്ക് അടക്കം തുറന്നത് എന്നമ്മ പറയുമ്പോൾ ഇത് ഞാൻ ചുമ്മാ തുറന്നതാ, അല്ലാണ്ട് അവൾ പറഞ്ഞതുകൊണ്ടൊന്നും അല്ല എന്ന് ലിയൂൾ അവിടെ പറയുന്നുണ്ട്. അപ്പം അമ്മയാണെങ്കിൽ ആ പെൺകുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ ഇതുവരെ കണ്ട പെൺകുട്ടികളിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാണെന്ന് അറിയാതെ ലിയൂളിൻ്റെ വായിൽ നിന്ന് തന്നെ വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് ഇവന് കാര്യം മനസ്സിലാക്കുന്നത്, അതായത് അമ്മളി പറ്റിയെന്ന്. അമ്മയ്ക്കാണെങ്കിലോ ഇതൊക്കെ കണ്ടിട്ട് ചിരിയാണ് വരുന്നത്. എന്തായാലും ആ പെൺകുട്ടി തന്ന റിബൺ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, നീ ഇത് അവൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നതും അതിനുശേഷം അമ്മ ഒരു അമ്പലത്തിലേക്ക് പോവാണ്. തിരിച്ചു വരാൻ ഒരുപാട് സമയമുണ്ടാകും, നീ പുറത്തൊന്നും പോയി ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാനിവിടെ ഇരുന്ന് ഒരുപാട് പുസ്തകങ്ങൾ പഠിക്കാൻ പോവാന്നാണ് അപ്പോൾ ലിയൂൾ അവിടെ പറയുന്നത്. അങ്ങനെ പിന്നീട് ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ സമയത്ത് ലിയൂളാണെങ്കിൽ പുറത്ത് കളിക്കാനടക്കം പോകാതെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇരുന്ന് വായിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പഠിക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഇവനാണെങ്കിൽ നമ്മുടെ യൂനിസയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ടൈമിൽ ഇവൻ ആലോചിക്കുന്നുണ്ട്, അതായത് അച്ഛൻ ഇവനോട് പറഞ്ഞിരുന്നു ഇന്ന് രാത്രി പുറത്തേക്ക് ഇറങ്ങരുതെന്ന്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ലിയോളാണെങ്കിൽ യൂനിസയെ കാണാൻ ഇറങ്ങുന്നതും അന്ന് അവൻ കളിക്കുന്ന ടൈമിൽ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടിയെ അടിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിയോളാണെങ്കിൽ അടുത്ത പ്രാവശ്യം കളിക്കുമ്പോൾ ഞാൻ നിന്നെ മെയിൻ ആളാക്കാന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അതായത് ലിയോൾ ഇപ്പോൾ പണ്ടത്തെ ആളല്ല, യൂനിസ കാരണം ഒരുപാട് മാറിയിട്ടുണ്ട്. അങ്ങനെ ലിയൂള് യൂനിസയുടെ വീട്ടിലെത്തുന്നതും ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് ഇവൾ ചോദിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ യൂനിസയാണെങ്കിൽ ലിയൂളിൻ്റെ കൈയും പിടിച്ച് അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ലിയൂളിന് നല്ല ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഇന്ന് രാത്രി അച്ഛൻ പുറത്തേക്കൊന്നും പോകരുതെന്നും എല്ലാവരോടും ശ്രദ്ധിച്ചിരിക്കാനൊക്കെ
പറഞ്ഞിരുന്നു, ഈ ടൈമിൽ നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പാവം ഇവിടുത്തെ പണിക്കാർക്കായിരിക്കും ശിക്ഷ കിട്ടുക, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പൊക്കോ എന്ന് പറയുമ്പോൾ ലിയൂളാണെങ്കിൽ ഞാൻ ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് പുസ്തകത്തിന്റെ കാര്യങ്ങളൊക്കെ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ യൂനിസെ ആണെങ്കിൽ ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ച് കളിയാക്കുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ആ റിബൺ എടുത്ത് ഇവൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഇവളുടെ വീടിന്റെ വാതിലിന്റെ അവിടെ ഒരുപാട് ആളുകൾ വന്ന് ബഹളം വെക്കുന്നതും ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ ലിയൂളിനോട് എങ്ങോട്ടും പോവരുത്, ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് വാതിലിന്റെ അവിടേക്ക് പോകുന്നതും ഈ വന്ന ആളുകളാണെങ്കിൽ വാതിലൊക്കെ തല്ലി പൊളിച്ച് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അവരുടെ കയ്യിൽ വാളും മറ്റു ആയുധങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഈ വന്ന ആളുകളാണെങ്കിൽ നമ്മുടെ യൂനിസയുടെ അച്ഛനെയാണ് ചോദിക്കുന്നത്. അവിടെയുള്ള പണിക്കാരാണെങ്കിൽ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ ആ വേലക്കാരെ അപ്പം തന്നെ കൊല്ലുന്നുണ്ട്. ഇതെല്ലാം കണ്ട് യൂനിസ ആകെ ഞെട്ടുന്ന ടൈമിലാണ് അങ്ങോട്ട് യൂനിസയുടെ അച്ഛൻ വരുന്നതും ഇവരാളുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ടൈമില് യൂനിസയുടെ അച്ഛനാണെങ്കിൽ യൂനിസയുടെ ബ്രദറിനോട് അനീറ്റയും കൂട്ടി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് യൂനിസയുടെ ബ്രദർ ആണെങ്കിലും ഇവളെ വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നാൽ യൂനിസയാണെങ്കിൽ അച്ഛ എന്ന് വിളിച്ച് അവിടെ കരയുന്നുണ്ട്. ആ ടൈമിൽ ചേട്ടനാണെങ്കിൽ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, അച്ഛൻ്റെ ഓർഡർ ആണിതെന്ന് പറഞ്ഞ് ഇവളെ വലിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. ഇതെല്ലാം മറിഞ്ഞു നിന്ന് നമ്മുടെ ലിയൂള് കാണുന്നുണ്ട്. എന്നാൽ അവൻ ആകെ പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഈ വന്ന ആളുകളെ യൂനിസയുടെ അച്ഛനെ ആക്രമിക്കുന്ന ടൈമിലാണ് അവിടേക്ക് മറ്റൊരാൾ എത്തുന്നത്. അത് മറ്റാരും ആയിരിക്കില്ല, കിം ആയിരിക്കും. കിമ്മിനെ കാണുന്ന ടൈമിലെ യൂനിസയുടെ അച്ഛനാണെങ്കിൽ നിങ്ങൾ നല്ലൊരു സുഹൃത്തായിരുന്നില്ലേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതും അതായത് ഇവർ നല്ല ടേംസിലായിരിക്കും മുന്നുണ്ടായത്. എന്തായാലും കിം ആണെങ്കിൽ ഇത് രാജകുടുംബത്തിലെ ഉത്തരവാണ്, അത് നിറവേറ്റാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നീ ടെൻഷൻ അടിക്കണ്ട, ഉടനെ തന്നെ നിന്റെ മക്കളെയും ഞാൻ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞ് യൂനിസയുടെ അച്ഛനെ അവിടെ കൊല്ലുന്നുണ്ട്. അതിനുശേഷം ഭടന്മാരോട് ആ കുട്ടികളെ പിടിച്ചു കൊണ്ടുവരാൻ പറയുമ്പോൾ മറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ലിയൂളാണെങ്കിൽ അവസാനം പുറത്തേക്ക് വരുന്നുണ്ട്. ഞാൻ രാജകുടുംബത്തിലെ അംഗമാണ്, ആരും ആ കുട്ടികളെ അന്വേഷിച്ചു പോകരുത്, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ ശിക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടി ലിയൂളിനെയാണെങ്കിൽ നമ്മുടെ കിം അങ്ങ് തൂക്കിയെടുത്ത് അവിടെ നിന്നും കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ലിയൂളാണെങ്കിൽ ബഹളം വെക്കുന്നുണ്ട്. ഇവരാണെങ്കിലും നേരെ പോകുന്നത് എവിടേക്കായിരിക്കും, ലിയൂളിന്റെ അച്ഛൻ്റെ അടുത്തേക്കായിരിക്കും. അച്ഛനെ കാണുന്നതും ലിയൂളിന് സമാധാനമാവുകയാണ്. അച്ഛതെ ഈ കിം ഒരാളെ കൊന്നു, ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ നിന്നോട് ഇന്ന് പുറത്തു പോകരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് അവിടെ പറയുന്നതും ഈ വന്ന ആളുകളാണെങ്കിൽ അച്ഛൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരെയും വകവരുത്തി എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലിയൂളി ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അതായത് തൻ്റെ അച്ഛൻ ഓർഡർ ചെയ്തിട്ടാണ് ഈ കിമ്മും ഭടന്മാരൊക്കെ തനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനെയും ആ ഫാമിലിയെയും വകവരുത്തിയതെന്ന് അറിയുമ്പോൾ കുട്ടി ലിയൂള് ശരിക്കും ഞെട്ടുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ലിയൂളിന്റെ അച്ഛന്റെ പട്ടാഭിഷേകമൊക്കെ ആയിരിക്കും കേട്ടോ. അതായത് ലിയൂളിന്റെ അച്ഛന്റെ സഹോദരനായിരുന്നു രാജാവെന്ന് പറഞ്ഞല്ലോ, ആളെ ഇവര് വകവരുത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ രാജകുടുംബത്തിലെ ഒരുപാട് സൈന്യാധിപകരുണ്ടാവും, അവരിൽ ഏറ്റവും വലിയ ആളാണ് യൂനിസയുടെ അച്ഛൻ എന്ന് പറഞ്ഞു. നാളെ അയാളൊരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കണം ഇപ്പോൾ ലിയൂളിന്റെ അച്ഛൻ അയാളെ ഇനിയും വകവരുത്താൻ പറഞ്ഞത്. എന്തായാലും തടസ്സങ്ങളൊക്കെ നീങ്ങിയത് കൊണ്ട് തന്നെ തന്റെ പട്ടാഭിഷേകത്തിന് വേണ്ടിയിട്ട് ലിയൂളിന്റെ അച്ഛൻ ഒരുങ്ങുന്ന ടൈമില് മിനിസ്റ്ററായ കിമ്മിനോട് ആള് ചോദിക്കുന്നുണ്ട്, അതായത് കിമ്മ് കാരണമാണല്ലോ ഇപ്പൊ രാജാവാകാൻ പറ്റിയത്, ഇയാളുടെ കൗശല ബുദ്ധി കാരണം, സോ തനിക്ക് എന്താ തിരിച്ചു വേണ്ടേ എന്ന് ഇയാൾ ചോദിക്കുന്ന ടൈമില് കിമ്മ് പറയുന്നത് താങ്കളുടെ മകനെയാണെന്നാണ്. ഇത് കേൾക്കുന്ന ലിയൂളിന്റെ അച്ഛൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. അതായത് ഈ കിമ്മിനൊരു മകളുണ്ട്, അപ്പൊ തന്റെ മകളുടെ ഭർത്താവായി അതായത് തന്റെ മരുമകനായി രാജാവിന്റെ മകനെ വേണമെന്നാണ് കിം അവിടെ ആവശ്യപ്പെടുന്നത്. കിമ്മ് ശരിക്കും ഒരു കുറുക്കൻ തന്നെയാണ്. അതായത് ഇപ്പൊ ലിയൂളിന്റെ അച്ഛൻ രാജാവായി കഴിഞ്ഞ ഭാവിയിലെ ലിയൂളായിരിക്കും അടുത്ത രാജാവ്. അപ്പോൾ ലിയൂളിനെ കൊണ്ട് തന്റെ മകളെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ തന്റെ മകളായിരിക്കും ഭാവിയിലെ രാജ്ഞി. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് കിം ഈ ഒരു പ്രൊപ്പോസൽ അവിടെ വെക്കുന്നത്. എന്തായാലും രാജാവ് ഇത് അംഗീകരിക്കുന്നുണ്ട്. ആ ടൈമിൽ കിം ആണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വൈഫ് അതായത് ലിയൂളിന്റെ അമ്മ അമ്പലത്തിൽ വെച്ച് ഒരു അപകടത്തിൽ മരിച്ചു എന്ന് പറയുന്നതും തൽക്കാലം ഇത് ആരും അറിയണ്ട, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടാഭിഷേകം ഒന്നും നടക്കില്ല എന്നാണ് ലിയൂളിന്റെ അച്ഛൻ അവിടെ പറയുന്നത്. എന്നാൽ അവിടേക്ക് വരുന്ന ലിയൂളാണെങ്കിൽ അമ്മ വന്നതിന് ശേഷം മാത്രമേ രാജകുമാരനാകാനുള്ള വസ്ത്രമൊക്കെ മാറൂ എന്ന് പറഞ്ഞു നിന്ന ഇതേ ലിയൂള് അമ്മയുടെ മരണ വാർത്ത അറിയുമ്പോൾ ശരിക്കും ഞെട്ടുന്നുണ്ട്. ഇവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടുന്നതും പിന്നാലെ വരുന്ന കിം ആണെങ്കിൽ ഇവനെ തടയുന്നുണ്ട്. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ആ കുട്ടി ലിയൂൾ അവിടെ കരയുന്നതും കിം ആണെങ്കിൽ എത്ര വേണമെങ്കിലും നീ ഇന്ന് കരഞ്ഞോളൂ, ഇന്ന് മാത്രമേ നിനക്കിങ്ങനെ കരയാൻ പറ്റൂ, ഇനിയുള്ള ദിവസങ്ങളിൽ നിനക്കിങ്ങനെ കരയാനോ സങ്കടപ്പെട്ടിരിക്കാനൊന്നും കഴിയില്ല, കാരണം നീ രാജ്യത്തിന്റെ ഭാവി രാജാവാണ് എന്നവിടെ പറയുന്നതും പാവ ലിയൂളിനുണ്ട് ഇതൊക്കെ മനസ്സിലാകുന്നു. അവൻ ചെറിയ കുട്ടിയല്ലേ, തന്റെ എല്ലാമായ അമ്മ തിരിച്ചു വരുമെന്ന് പറഞ്ഞു പോയ അമ്മ ഇനി തിരിച്ചു വരില്ലേ എന്നറിഞ്ഞ ആ ഒരു സങ്കടത്തില് ഇവൻ അവിടെ കിടന്ന് നന്നായി കരയുന്നുണ്ട്. അങ്ങനെ പിന്നീട് 16 വർഷങ്ങൾക്ക് ശേഷം എന്ന് എഴുതി കാണിക്കുന്നുണ്ട്.